ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു പോഷിയായി തീരുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മഞ്ഞിൽ കൊളുത്തിയ ദീപമാകാൻ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മഞ്ഞിൽ കൊളുത്തിയ ദീപമാകാൻ. നിന്ന പരിഹാസം ഏറ്റുവാങ്ങിപ്പോലും നിൻ ദിവ്യവചനത്തിൻ സാക്ഷിയാകാൻ. നിന്നെ പാരിനു നൽകുവാനായി ഇനി ഭാരങ്ങളെന്തും ചുമക്കാം. നിന്നെ പാരിനു നൽകുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു പോഷിയായി തീരുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പെർഗാമോസഭയ്ക്ക് പറ്റിയ ഒരു വലിയ അനർത്ഥം അവർക്ക് വേർപാട് പാലിക്കാൻ കഴിഞ്ഞില്ല. വേർപെട്ട് നിന്നില്ല. വേർപാട് പാലിക്കണം. അശുദ്ധമായ സാഹചര്യങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കണം. അശുദ്ധമായ കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കണം. നാം ഓരോരുത്തരും, കുട്ടികൾ പോലും വേണ്ടാതിനം പഠിപ്പിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. വേണ്ടാതിനം പഠിപ്പിക്കുന്നവരിൽ നിന്ന് മാറി നിൽക്കണം. വലിയ കൂട്ടുകെട്ടിന് പോകരുത്. ഉള്ളഴിഞ്ഞുള്ള കൂട്ടുകെട്ടിന് പോയാൽ അത് അപകടമായി തീരും, അബദ്ധമായി തീരും. അനേകർ കൂട്ടുകെട്ടിൽ കൂടിയാണ് ചീത്തയാകുന്നത്. കേട്ടില്ലേ? ബേഡ്സ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഒരേ തൂവുള്ള പക്ഷികൾ ഒരുമിച്ച് കൂടും, ഒരേ തൂവുള്ള പക്ഷികൾ ഒരുമിച്ച് പറക്കും.
നാം അവരുടെ കൂടെ ആയിപ്പോയാൽ അവരുടെ ഹൃദയത്തിലുള്ളതായ തിന്മകൾ നമ്മിലേക്ക് സംക്രമിക്കും, നമ്മിലേക്ക് കടന്നു വരും. അവരുടെ ഹൃദയത്തിലുള്ളതായ പാപങ്ങൾ നമ്മിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഒരു സത്യവിശ്വാസിയായ ഒരു പെൺകുട്ടി, അവൾ വിശ്വാസം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു പോയാൽ സംഭവിക്കുന്നുണ്ടെന്നറിയാമോ? ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലുള്ളതായ തലമുറകളായിട്ടുള്ളതായ ശാപങ്ങളും ഭൂതങ്ങളും പ്രേതങ്ങളും എല്ലാം ആ സ്നേഹബന്ധത്തിൽ കൂടി ഈ പെൺകുട്ടിയിലേക്ക് കടന്നു വരും. ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഇത് സ്നേഹിക്കുന്നത്. പുറമേ കാണുന്ന ഭംഗി സൗന്ദര്യമൊക്കെ നോക്കുന്നുള്ളൂ. ആ ചെറുപ്പക്കാരനിൽ ഉള്ളതായ സകലവിധമായ മ്ലേച്ഛതകളും കാരണവന്മാരുടെ കാലം എന്നുള്ളതായ ശാപങ്ങൾ, അതെല്ലാം ഈ സ്നേഹമെന്ന ആ ഒരു പഴുതിൽ കൂടി ഇവളുടെ ഹൃദയത്തിലേക്ക് വരും. അവളും ശാപഗ്രസ്തിയായിത്തീരും. ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തരുന്ന കാര്യങ്ങളായി പറയുന്നത്, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെ സൂക്ഷിക്കണം. നാം വേർപാട് പാലിക്കേണ്ടടുത്ത് വേർപാട് പാലിച്ചുകൊള്ളണം. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കൂ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ലാപ്പിണ കൂടരുത്. ഡോണ്ട് ബി യോക്ക്ഡ് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. നിങ്ങൾ അവിശ്വാസികളോട് ഒരു നുകത്തിൽ വെച്ച് പൂട്ടരുത്. അവിശ്വാസിയും വിശ്വാസിയും കൂടി ഒരു നുകത്തിൽ വെച്ച് പൂട്ടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ലപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ. ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. ക്രിസ്തുവിനും പിശാചിനും തമ്മിൽ എന്ത് പൊരുത്തം. ബലിയാൽ പിശാചിനെ കുറിച്ചാണ്, ബലിയമല്ല, ബലിയാൽ പിശാചാണ്. ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. പറയുകയാണ്, കൊരിന്തിലുള്ള ദൈവങ്ങളോട് പറയുകയാണ്, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവരിൽ, വിശ്വാസികളിൽ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ ഞാൻ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന്. അവർ എനിക്ക് ജനമായിരിക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അങ്ങനെ നിങ്ങൾ അശുദ്ധമായും തൊടാതിരുന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അശുദ്ധമായതൊന്നും തൊടരുത്. ദൈവത്തിന് സ്തോത്രം. 52-ാം അധ്യായം, 52-ാം അധ്യായം 52-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കാം. 52-ാം അധ്യായം 11-ാം വാക്യം. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ. അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തൊടരുത്. അശുദ്ധമായതൊന്നും തൊടരുത്. അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. അശുദ്ധമായ സാഹചര്യങ്ങളിൽ നിൽക്കരുത്. ചീട്ടുകളി സ്ഥലങ്ങളിലോ ഗാംബ്ലിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലോ പോയി നിൽക്കരുത്, കണ്ടു നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തൊടരുത്. അതിന് നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കാൻ നിയമിക്കപ്പെട്ടവരാണ് നിങ്ങൾ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കാൻ നിയമിക്കപ്പെട്ടവർ. നാം വിലപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ ചുമക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ ചുമക്കുന്നവരാണ്. ദൈവം നമ്മെ നിയമിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ പുരോഹിത വർഗമാണ്, രാജകീയ പുരോഹിത വർഗമാണ്. റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗമാണ്. നിങ്ങൾ ആ അശുദ്ധിയിലും അശുദ്ധ സാഹചര്യത്തിൽ നിൽക്കരുത്. നിങ്ങൾ വേഗം പുറപ്പെട്ടു വരുവീൻ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം മുതൽ. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അവളുടെ പാപം ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ലോകപ്രതാപത്തിന്റെ കേന്ദ്രമായിരുന്ന ബാബിലോണിയൻ നഗരത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ബാബിലോണിയൻ നഗരം, ലോകത്തിൻ്റെ സകല മലേച്ഛകളും തിങ്ങിയ നഗരം, ഏറ്റവും മനോഹരമായ പട്ടണമെന്ന് ലോകം വിശേഷിപ്പിച്ചിരുന്ന നഗരം അശുദ്ധിയുടെ തറവാടായി മാറി.
അശുദ്ധിയുടെ കേളിരംഗമായി മാറി. അവിടെ തിന്മ നിന്നു. അവിടെ അതുകൊണ്ട് അവളെ വിട്ടുപോരുവീൻ. ആ നഗരത്തെയാണ് അവളെന്ന് പറയുന്നത്. അശുദ്ധമായ സാഹചര്യത്തിൽ നിങ്ങൾ പോകരുത്, നിങ്ങളവിടെ വിട്ടുപോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ. അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാകാതെയും ഇരിപ്പാൻ അവൾ വിട്ടുപോരുവീൻ. എൻ്റെ ജനമായുള്ളവരെ നിങ്ങൾ വിട്ടുപോരുവീൻ, വിട്ടുമാറണം. അശുദ്ധ സാഹചര്യത്തിൽ നിന്ന് വിടരുത്. മദ്യം സൽക്കരിക്കുന്ന ശാലകളിൽ നിങ്ങൾ പോയി കാഴ്ചക്കാരായിരിക്കരുത്. കുടിക്കുന്നില്ല, പക്ഷെ പോരാ, കാഴ്ചക്കാരായിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ വകയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നും നമ്മുടെ പലരുടെയും വീടുകളിൽ കല്യാണത്തിന് മദ്യം വിളമ്പലുണ്ട്. ഇന്നും ചില വീടുകളിൽ, അത് ലജ്ജാകരമായ കാര്യമാണ്, 12 അച്ഛന്മാരുടെ നേർച്ചയ്ക്ക് വൈൻ വിളമ്പുന്നുണ്ട്. വീഞ്ഞ് എന്താണ് പറയുന്നത്? വീഞ്ഞില്ലെങ്കിൽ നേർച്ച കത്താൻ പ്രസാദമില്ലെന്നാണ് ആളുടെ വിചാരം. 12 അച്ഛന്മാരുടെ നേർച്ചയിൽ ഇന്നും ഇതുപോലുള്ളതായ അന്ധവിശ്വാസങ്ങളൊക്കെ നടമാടുന്നുണ്ട്. പലരും ഇതൊന്നും പറയാൻ മടിക്കുന്നു, പറയാൻ പേടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? ഇതാര് പറയും? പേടിച്ചിരുന്നാൽ മതിയോ? നമുക്കൊന്നും ധൈര്യമായിട്ട് എഴുന്നേൽക്കണ്ടേ? ധൈര്യമായിട്ട് നിൽക്കണ്ടേ? അന്ധവിശ്വാസങ്ങളെല്ലാം കടപുഴക്കിയെറിയുക, എല്ലാം മുഴുവൻ പറിച്ചെറിഞ്ഞ് കളയുക. എല്ലാ അബദ്ധമായ കാര്യങ്ങളിലും കൂട്ടുകൂടാതെ മാറി നിൽക്കുക. തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, തിന്മ വെട്ടവരിൽ നിന്ന് മാറി നിൽക്കുക. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തോന്നും, ഇതെന്തൊരു ഉപദേശമാണിത്. ഇങ്ങനെ വേർപാട് വലിച്ചാൽ പിന്നെ ലോകം വിട്ട് പോകേണ്ടി വരില്ലേ? 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ വായിക്കാം. ശ്രദ്ധിച്ച് കേൾക്കൂ. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. പറയുകയാണ്, കൊരിന്ത്യർക്കോട് പറയുകയാണ്, ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ, ഈ ലോകത്തിൽ ദുർനടപ്പുകാരോടോ, അത്യാഗ്രഹികളോടോ, പിടിച്ചുപറിക്കാരോടോ, വിഗ്രഹാരതികളോടോ അരുത് എന്നല്ലല്ലോ. അരുത് എന്നല്ല. ഈ ലോകത്തിലെ വിഗ്രഹാരാധികളും ആഭിചാരകന്മാരും പിടിച്ചുപറിക്കാരുമായി വേർപെട്ടിരിക്കാനല്ല പറഞ്ഞത്. മനസ്സിലാക്കൂ. പിന്നെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും. വിശ്വാസിയല്ലാത്ത ഒരാളുടെ കടയിൽ നിന്ന് വാങ്ങാൻ പാടില്ലല്ലോ, ലോകം വിട്ട് പോകേണ്ടി വരും. ഒരാൾ സാധനം വിൽക്കുന്നിടത്ത് ചെന്ന് വാങ്ങാൻ പാടില്ല. നമ്മുടെ കുറച്ച് ചുക്കോ അല്ലെങ്കിൽ കുരുമുളകോ അതല്ലെങ്കിൽ ഏത്തക്കായോ ഏതെങ്കിലും വിൽക്കാൻ വരുമ്പോൾ ഒരു വിശ്വാസിയാണെന്ന് നോക്കിയിട്ടല്ല വിൽക്കുന്നത്. അങ്ങനെയെങ്കിലും ലോകം വിട്ട് പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ, കൂട്ടായ്മയിലുള്ള ഒരാൾ, വചനം കേട്ട ഒരാൾ, മാനസാന്തരപ്പെട്ടു എന്ന് അഭിമാനിക്കുന്ന ഒരാൾ, സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരാൾ ദുർനടപ്പുകാരനോ, അത്യാഗ്രഹിയോ, വിഗ്രഹാരാധിയോ, വാവിഷ്ഠാണക്കാരനോ, മദ്യപനോ, പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ. അങ്ങനെയുള്ളവനോട് ഭക്ഷണം കഴിക്കുക പോലും അരുത്. കൂട്ടായ്മയിൽപ്പെട്ട ഒരാൾ വേണ്ടാനത്തിൽ പോയാൽ അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക പോലും ചെയ്യരുത്. അങ്ങനെയുള്ളവനോട് ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കുക പോലും അരുത്. പിന്നെ എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ വായിക്കൂ. സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ, അത്യാഗ്രഹിയോ, വിഗ്രഹാരാധിയോ, വാവിഷ്ഠാണക്കാരനോ, മദ്യപനോ, പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത്. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. വളരെ ഗൗരവമുള്ളതാണ്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? കൂട്ടായ്മയിൽപ്പെട്ടവനെയല്ലേ ഞാൻ പറയുന്നത്. പുറത്തുള്ളവരെ കാര്യം ഞാൻ പറയുന്നില്ല. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? നിങ്ങളുടെ കൂട്ടായ്മയിലുള്ളവരെയല്ലോ നിങ്ങൾ വിധിക്കുന്നത്. പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. പുറത്തുള്ളവൻ ദൈവം വിധിച്ചുകൊള്ളും. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. കൂട്ടായ്മയിൽപ്പെട്ട ഒരാൾ വാവിഷ്ഠാണക്കാരനായാൽ, ദൂഷണം പറയുന്നതിനായാൽ, കൂട്ടായ്മയിലുള്ള ആൾ പിടിച്ചുപറിക്കാരനായാൽ, കൂട്ടായ്മയിലുള്ള ആൾ അവിശ്വസ്തത കാണിച്ചാൽ, അങ്ങനെയുള്ളവനോട് ഭക്ഷണം കഴിക്കരുത്. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളവിൻ എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. വചനത്തിന് മാറ്റമില്ല. വള്ളിയും പുള്ളിയും മാറുകയില്ല. വീണ്ടും വായിക്കാം. 2 ദിനവൃത്താന്തം 19-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കാം. ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? ദുഷ്ടൻ അവിശ്വാസി. ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പഴിക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. നീ യഹോവയെ പഴിക്കുന്നതിനോട് നീ സ്നേഹം കാണിച്ചതുകൊണ്ട് യഹോവെങ്കിൽ നിന്നുള്ള കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. സ്തോത്രം. യഹോവയെ പഴിക്കുന്നതിനോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് ദൈവകോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി കേൾക്കൂ. ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പയക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. യഹോവയെ പയക്കുന്നവരോട് നീ സ്നേഹം കാണിച്ചാൽ യഹോവെങ്കിൽ നിന്ന് നിന്റെ മേൽ കോപം വരികയാണ്. നിന്റെ ദൈവത്തിൻ്റെ കോപം വരികയാണ്. യഹോവെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. 139 സങ്കീർത്തനം എടുക്കാം. 139 സങ്കീർത്തനം വളരെ വിശേഷപ്പെട്ട സങ്കീർത്തനമാണ്. എന്നും വായിക്കേണ്ട സങ്കീർത്തനമാണ്. യഹോവേ, നിന്നെ പയക്കുന്നവരെ ഞാൻ പയക്കേണ്ടതല്ലയോ? യഹോവേ, നിന്നെ പയക്കുന്നവരെ ഞാൻ പയക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദോഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു. പൂർണ്ണദ്വേഷത്തോടെ അവർ ദേഷിക്കുന്നു. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പെർഗമോസിൽ സഭയ്ക്ക് പറ്റിയ അപകടം വേർപാട് പാലിച്ചില്ല. തിന്മയുടെ മധ്യത്തിൽ നന്മയുടെ പ്രയോക്താക്കളായും പ്രഘോഷകരായി നിൽക്കേണ്ടവരായ ദൈവമക്കൾ അവർ തിന്മയോട് വേർപാട് വലിക്കാതെ നിന്നുപോയി. അത് അബദ്ധമായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോൾ നിങ്ങളോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരിക്കലും വിവാഹാലോചന നടത്തുമ്പോൾ ഒരിക്കലും അന്യമതത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കരുത്, ചിന്തിക്കുക പോലും ചെയ്യരുത്. ഏതെല്ലാം ബാധകളാണ് അവരുടെ മേലുള്ളതെന്ന്, ആഭിചാര ദോഷങ്ങളാണ്, മന്ത്രവാദ ദോഷങ്ങളാണ് ഉള്ളതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അന്യജാതിയിലോ അന്യമതത്തിലോ ഉള്ളവർ അവരെ ഒരു വിശ്വാസി വിവാഹബന്ധത്തിന് ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് അപകടമാണ്. നിങ്ങളുടെ കുടുംബത്തിന് ക്ഷയമാണ്, നാശമാണ്. വിട്ടുവരുവീൻ, പുറപ്പെട്ടു വരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു വരുവീൻ. ദൈവത്തിൻ്റെ ഉപകരണങ്ങളെ നാം ചുമക്കുന്നവരാണ്. നാം വളരെ വ്യക്തമായൊരു വേർപാട് പാലിച്ചേ പറ്റൂ. അശുദ്ധമായ സാഹചര്യങ്ങളോട് മാറി നിൽക്കണം. അശുദ്ധമായ കൂട്ടുകെട്ടുകൾ നാം വിട്ടുമാറണം. ദ്രവ്യാഗ്രഹികളുടെ കൂടെ നാം നടക്കരുത്, അവരുടെ കൂടെ പോയി ഇരിക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, 1 സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, നടപ്പ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഇരിക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, നിൽപ്പ് പാപികളുടെ വഴിയിലായിരിക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. വായിക്കൂ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപിയുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. 1 സങ്കീർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണ്. നമ്മുടെ നടപ്പ്, നമ്മുടെ നിൽപ്പ്, നമ്മുടെ ഇരിപ്പ് എല്ലാം സൂക്ഷിക്കണം. നടക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അവിശ്വാസികളുടെ ആലോചന പ്രകാരം നടക്കരുത്. അവിശ്വാസികൾ പറയുന്ന ആലോചനയ്ക്ക് ചെവി കൊടുക്കരുത്. അവിശ്വാസികൾ തരുന്നതായ ഏതെങ്കിലും ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പാപം ചെയ്യാൻ ശീലിച്ചിരിക്കുന്നവരുടെ വഴിയിൽ പോയി നിൽക്കരുത്. നമ്മെ അനർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്ന പാപത്തിലേക്ക് കൊണ്ടുപോകും. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ദൈവത്തിന് സ്തോത്രം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. പരിഹസിക്കുന്നവർ ആരെയും വിധിക്കും, ആരെക്കുറിച്ചും ദൂഷണം പറയും, ഉള്ളതോ ഇല്ലാത്തതോ എന്തും പറയും, ഒരു നോട്ടവുമില്ല. പരിഹാസികൾ അങ്ങനെയുള്ളവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ ലസിച്ച് ന്യായപ്രമാണത്തെ രാവും പകലും രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വചനം വേണം. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ശങ്കയുണ്ടോ, ഇതൊക്കെ സാധിക്കുമോ എന്ന്. ദൈവത്തിന് സ്തോത്രം. സാധിച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത് നിത്യനാശമായിരിക്കും, നിത്യനരകമായിരിക്കും. എൻ്റെ കർത്താവിന് സ്തോത്രം. നിങ്ങളാരെയും ഭയപ്പെടുത്താൻ പറയുകയല്ല, ഒരിക്കലുമല്ല. ഞാൻ നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യൻ, നിങ്ങളുടെ ഇടയിലുള്ള ഒരു സാധാരണ മനുഷ്യൻ. എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാൻ അനേകം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇതെല്ലാം പറയുന്നത്. ലോകം നമ്മെ മാനിക്കുകയില്ല. നാം വിട്ടുമാറി നിന്നാൽ ലോകം നമ്മെ ഗവനിക്കുകയില്ല. ലോകമനുഷ്യരുടെ പ്രീതി നമുക്ക് കിട്ടുകയില്ല. ചിലരുടെ ഇഷ്ടം നമുക്ക് കിട്ടുകയില്ല. ചിലരുടെ പ്രിയ ബന്ധങ്ങളിൽ നമുക്ക് പെടാൻ പറ്റിയില്ലെന്ന് വരും. ചിലർ നമ്മെ കണ്ട മിണ്ടിയില്ലെന്ന് വരും. ചിലർ നമ്മെ അവരുടെ കാര്യങ്ങൾക്ക് ക്ഷണിച്ചില്ലെന്ന് വരും. ഭാഗ്യം. ക്ഷണിക്കാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, നാം ദൈവത്തിൻ്റെ ജനമാണ്. നാം ഭാഗ്യമുള്ളവരാണ്. നാം വിളിക്കപ്പെട്ട ജനമാണ്. നാം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നാം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ പെട്ടകം ചുമക്കാൻ നിയമിക്കപ്പെട്ട പുരോഹിതന്മാരാണ്. സ്തോത്രം. രാജകീയ പുരോഹിത വർഗമാണ്. യേശുക്രിസ്തുവിനെ വഹിക്കുവാൻ, നിത്യപെട്ടകമായ യേശുക്രിസ്തുവിനെ വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ നാം നിയമിക്കപ്പെട്ടവരാണ്. നിത്യനായ ദൈവം നമ്മെ ദത്തെടുത്ത് സ്വന്തം കുടുംബത്തിലേക്ക് ചേർത്തതാണ്. സ്വന്തം കുടുംബത്തിലേക്ക്
ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് നാം ചേർത്തു, ദത്തെടുത്ത് ചേർത്തു. നാം ദത്തെടുക്കപ്പെട്ടവരാണ്, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം വിളിക്കപ്പെട്ടവരാണ്, നാം നിയമിക്കപ്പെട്ടവരാണ്, നാം മുന്നമേ അറിയപ്പെട്ടിട്ടുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നു. വലിയ ഭാഗ്യശാലികളാണ് നാം ലോകത്തിൻ്റെ ഇമ്പത്തിൻ്റെ ഒഴുക്കിനൊത്തുപോലെ ഒഴുകി പോകേണ്ടവരല്ല. നാം ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടവരാണ്. ഈ ലോക ജീവിതകാലം നിസ്സാരമായൊരു കാലം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിലേക്ക് വീണ്ടും വരുന്നു. ഈ ലോക ജീവിതകാലം വളരെ ചുരുങ്ങിയൊരു കാലം മാത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ചുരുങ്ങിയ കാലം ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചിന്തിക്കുക. നാം വിചാരിക്കും എനിക്ക് ഇനി 10-50 വർഷമുണ്ടല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ ഉണ്ടെന്ന് ആര് പറഞ്ഞു? മരണദൂതൻ വാതിൽക്ക് നിൽക്കുന്ന നീ അറിയുന്നുണ്ടോ? മരണത്തിൻ്റെ ദൂതനൊന്നും വാതിൽക്ക് നിൽക്കുന്നുണ്ട്, അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. എപ്പോഴാണ് മരണം വരുന്നത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഉള്ള കാലം ക്രിസ്തുവിന് വേണ്ടി അങ്ങ് സെറ്റപ്പാർട്ട് ചെയ്യൂ, ഡിവോട്ടഡ് ആൻഡ് സെറ്റപ്പാർട്ട് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി സമ്പൂർണ്ണമായും വേദിച്ചു വയ്ക്കൂ, സമ്പൂർണ്ണമായും നിവേദിക്കൂ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കൂ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഈ ഹൃദയത്തിലേക്ക് വരട്ടെ. നമ്മുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തു വരട്ടെ. സ്വന്തം ജനമെന്ന കർത്താവ് നമ്മെക്കുറിച്ച് അഭിമാനത്തോടെ പറയാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ലജ്ജിക്കേണ്ടതില്ലാതെ നിൽക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അബ്രഹാമിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. നമ്മെ നോർത്ത് ദൈവം ലജ്ജിക്കേണ്ട വരരുത്. ഞാൻ തിരഞ്ഞെടുത്ത ജാതിയാണ്, പക്ഷേ അവർ തെറ്റിലേക്ക് പോയല്ലോ എന്ന് പറഞ്ഞ് കർത്താവ് ദുഃഖിക്കേണ്ട വരരുത്. ഞാൻ വിളിച്ച് വേർതിരിച്ച ജനമാണ്, അനുഗ്രഹീതമായൊരു കൂട്ടമാണ്. ഈ കൂട്ടത്തെ ഞാൻ വിളിച്ച് വേർതിരിച്ച അനുഗ്രഹം പകർന്നതാണല്ലോ, അവരെന്നെ വിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് കർത്താവ് കരയാൻ ഇടവരരുത്. സത്യം പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഈ നസറായനായ യേശുവിൻ്റെ തിരുസിംഹാസനത്തിന് മുമ്പിൽ ഞാൻ നിങ്ങൾ നിൽക്കേണ്ടി വരും. സംശയിക്കേണ്ട. അന്ന് ഓരോരുത്തരുടെ പ്രവർത്തിക്കത്തക്കൊണ്ട് ന്യായം വിധിക്കും. ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾക്കൊത്തോളം ന്യായം വിധിക്കും. ഓരോരുത്തരുടെ ചിന്തകൾക്കൊത്തോളം ന്യായം വിധിക്കും. ന്യായവിധി ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവത്തിന് വചനം തരികയാണ്, വചനം തരുന്നു. ഈ വചനം നീ സ്വീകരിച്ച്, മകനെ നീ മനം തിരിഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ മരണം എപ്പോഴാണ് നിന്നെ പിടികൂടുന്നത് നിനക്ക് തിരിയാൻ സമയം കിട്ടിയില്ല എന്ന് വരും. അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിലവിളിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ്, പാഴായി പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് എന്നൊരു ദിവസം നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. ഈ ദിവസം ഇന്ന് ദൈവം കൃപ ചെയ്ത് ഇന്നത്തെ ഈ ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഈ ദിവസം നമ്മുടെ മുമ്പിൽ കർത്താവ് തന്നിരിക്കുകയാണ്. ആയുസ്സോടെ കർത്താവ് നമ്മെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. വചനം കേൾക്കാൻ അവസരം തന്നിരിക്കുകയാണ്. വചനം നമുക്ക് മുറ പോലെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ദൈവത്തിൻ്റെ വചനം നിറവടിയായി നമ്മുടെ മേൽ പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അവസരങ്ങൾ കിട്ടിയിരിക്കുകയാണ്. വേണമെങ്കിൽ മനം തിരിയാം, വേണമെങ്കിൽ കർത്താവിലേക്ക് തിരിയാം. ദൈവത്തിന് സ്തോത്രം. സാത്താൻ്റെ സിംഹാസനമുള്ള ഇടം, അവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദേവന് വേണ്ടിയുള്ള ദേവാലയമാണ്, ദേവൻ്റെ നാമത്തിലുള്ള ദേവാലയമാണ്. ആ ദേവാലയത്തിൽ ഒരു പാമ്പിൻ്റെ ഇൻസിഗ്നിയ, അതിൻ്റെ ഒരു സാദൃശ്യമായിട്ട് ഒരു രൂപം വെച്ചിട്ടുണ്ടായിരുന്നു. പാമ്പ് അതിങ്ങനെ ഒരു വടിയിൽ രണ്ട് വശത്തുകൂടി വളഞ്ഞ് നിൽക്കുന്നു. ഇന്ന് അത് നിങ്ങൾ ചിന്തിക്കാൻ തരികയാണ്. ഒരു വടി, ആ വടി രണ്ട് വശത്തും ഒരു പാമ്പ്. ചിന്തിക്കണം, നിങ്ങൾ ചിന്തിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പാമ്പ് വടിയെ ചുറ്റി പണി നിൽക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അവിടെ അവർ ഉദ്ദേശിച്ചത് ഈ പെർഗമം എന്ന സ്ഥലം, പെർഗമോസ്, അത് പിശാചിന് തീർു കൊടുത്ത സ്ഥലമാണെന്നാണ് അവർ ഉദ്ദേശിച്ചത്. പിശാചിന് കൊടുത്തു. പിശാചിൻ്റെ സിമ്പലാണ് പാമ്പ്, പിശാചിൻ്റെ അടയാളമാണ് പാമ്പ്. ഈ പാമ്പ് ഈ വടിയിൽ ചുറ്റി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ, നിങ്ങൾ ചിന്തിച്ച് അതിൻ്റെ ആന്തരാന്തര അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലൂ. അപ്പോൾ നിങ്ങൾക്ക് വെളിവ് വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അന്ധതയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സൗഖ്യം കിട്ടുമെന്നാണ്, ഈ ദേവനെ ആരാധിച്ചാൽ സൗഖ്യം കിട്ടുമെന്നാണ് വിശ്വാസം. ദേവനെ ആരാധിച്ചാൽ. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിത്യനായ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയമക്കളാകാൻ നമുക്ക് കർത്താവ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. നമ്മെ വിളിക്കുന്നു കർത്താവ്. ഈ സ്നേഹവാനായ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ പോകരുത്. യേശുവിനെ മറികടന്ന് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ തുറന്നു തന്നിരിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. കർത്താവ് ഇപ്പോഴും നിങ്ങളെ ആശയോടെ നോക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരെയും ആശയോടെ കർത്താവ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കുകയാണ്. ഹൃദയത്തിൽ തീരുമാനം ഉളവായി വരുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കുകയാണ്. നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങളുടെ തീരുമാനങ്ങളും നിശ്ചയങ്ങളും ഉരുവായി വരുന്നുണ്ടോയെന്ന് കർത്താവ് നോക്കുകയാണ്. നിങ്ങൾക്ക് ഒരു സുബുദ്ധി കിട്ടുന്നുണ്ടോയെന്ന് കർത്താവ് നോക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയം തകരാതിരിക്കുന്നുവെന്ന് കർത്താവ് നോക്കുകയാണ്. ഉള്ളം തകരട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഹൃദയം തകരട്ടെ. വചനം കേൾക്കുമ്പോൾ മറ്റൊന്നിൽ ശ്രദ്ധിക്കാതെ, നിങ്ങൾ മറ്റേ പുസ്തകം നോക്കുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ഒന്നും ചെയ്യാതെ, നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ആശ്വാസ വചനങ്ങൾ കേൾക്കുക. കർത്താവിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നിത്യശോഭയോടെ പ്രശോഭിക്കുന്ന ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നിങ്ങൾ പ്രകാശം പ്രാപിക്കുക.
ക്രിസ്തുവിന് മുഖത്തേക്ക് നോക്കി നിങ്ങൾ പ്രകാശം ആർജിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. തികഞ്ഞതിനായിട്ടൊന്നുമല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഭാഗ്യവശാൽ കർത്താവ് ഇതെല്ലാം എനിക്ക് കർത്താവ് കാണിച്ചു തന്നു. കർത്താവ് ഏതിൻ്റെ വഴിയിൽ കൂടി പോകാൻ ഞാനും ആഗ്രഹിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ തികഞ്ഞില്ല, ഞാനും വരുന്നു കർത്താവേ. നീ പോയി അതേ വഴിയിൽ കൂടി കുരിശും ചുമന്നുകൊണ്ട്, നീ നീങ്ങി അതേ പാതയിൽ കൂടി നിൻ്റെ കാൽ ചൂടുകളെ പിന്തുടർന്നുകൊണ്ട്, എൻ്റെ കുരിശ് ഞാനും ചുമന്നുകൊണ്ട് ഞാനും ഇതാ വരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാനും വരികയാണ്, നിൻ്റെ പിന്നാലെ വരികയാണ്. ഈ സിയോനിലേക്കുള്ള തീർത്ഥയാത്രയിൽ ഞാനും ചേരുകയാണ്. സ്വർഗീയ സിയോനിലേക്കുള്ള തീർത്ഥയാത്രയിൽ ഞാനും ചേർന്ന് വരികയാണ്. എൻ്റെ യേശുവേ, എൻ്റെ മേൽ നിൻ്റെ കരമൊന്ന് വെക്കണമേ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഇപ്പോൾ നിൻ്റെ കരവിൻ്റെ എൻ്റെ വലങ്കരത്തിൽ നിന്ന് പിടിക്കണമേ കർത്താവേ. ഞാൻ വീണുപോകാതെ എന്നെ പിടിച്ചുകൊള്ളണമേ കർത്താവേ. അനേകം വീരന്മാർ പട്ടുപോയ വഴിയാണ്, ബലശാലികൾ വീണുപോയ വഴിയാണ്. ഞാൻ വീണുപോകാതെ എൻ്റെ കർത്താവേ നീ എന്നെ മുറുകെ പിടിച്ചുകൊള്ളണമേ കർത്താവേ. ഇതിൻ്റെ പിടി വിടല്ലേ കർത്താവേ, എന്നെ പിടിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മേൽ നിന്ന് കരം വെക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ തീരുമാനങ്ങൾ കർത്താവ് മുദ്രയിട്ട് തരട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നിങ്ങളുടെ മേലൊന്ന് വീഴട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ മുദ്രയാൽ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ മുദ്ര നിങ്ങളുടെ മേൽ ചാർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ക്രിസ്തുവിന് വകയായി മാറട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, അതിശയങ്ങൾ നടക്കട്ടെ, ബാധകൾ നീങ്ങിപ്പോകട്ടെ, പാപത്തിൻ്റെ ദുഷ്ടപിശാചികൾ നീങ്ങിപ്പോകട്ടെ, എല്ലാ ദുഷ്ടശക്തികളും മാറിപ്പോകട്ടെ, എല്ലാ അന്ധകാര കോട്ടകളും തകർന്നു പോകട്ടെ. യേശു ക്രിസ്തു ഹൃദയത്തിൽ വാഴട്ടെ. യേശു നിങ്ങൾ വസിക്കട്ടെ. യേശു നിങ്ങൾ ഭരിക്കട്ടെ. യേശു നിങ്ങൾ നയിക്കട്ടെ എന്ന് നിങ്ങളെ ഓരോരുത്തരെയും നടത്തട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗീയ രാജാധിരാജനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പാതവെടുത്തിലേക്ക് ഞങ്ങളെ ചേർത്തണച്ചതിനായി സ്തോത്രം. തൃക്കര ഞങ്ങളുടെ മേൽ വെച്ചതിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാവരും യേശുവിൻ്റെ പാതയിൽ കൂടി നടപ്പാൻ കൃപ നൽകണമേ കർത്താവേ. നിത്യജീവൻ്റെ കൂടാരത്തിൽ എത്തിച്ചേരുവെന്നൊക്കെ കൊണ്ട് മക്കളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. എൻ്റെ നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിലേക്ക് എല്ലാവരെയും ചേർക്കണമേ. അപ്പോൾ പൊന്നുനാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ദൈവത്തിന് സ്തോത്രം.